Dear children, welcome to the next chapter, Chapter 5, Bank Reconciliation Statement അഥവാ ബാങ്ക് പൊരുത്തപ്പെടൽ പട്ടിക. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, അത് തയ്യാറാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, ഇതൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാഠഭാഗത്തേക്ക് വിശദമായി പോകുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഈ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് വെയിറ്റിംഗ് സ്കോർ എന്ന് പറയുന്നത് 6 ആണ്. അതായത് എല്ലാ വർഷവും പബ്ലിക് എക്സാമിനേഷന് 5-6 മാർക്കിൻ്റെ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇതിൻ്റെ പിന്നിലെ ലോജിക്ക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്ത് മുഴുവൻ സ്കോറും നേടാവുന്നതാണ്. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുൻപ് 2 തരം ബുക്കിനെ പറ്റി അറിയണം: ക്യാഷ് ബുക്കും പാസ്ബുക്കും. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലായിരിക്കും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് ഓർക്കുന്നില്ലേ? അതായത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് കോളത്തിലും ബാങ്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതും ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിലുമല്ലായിരുന്നോ? അതേസമയം ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് പാസ്ബുക്കിലാണ്. പാസ്ബുക്കിന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നും പറയും. അപ്പോൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന ആരാണ്? ബിസിനസ് ഓർഗനൈസേഷനും. പാസ്ബുക്ക് തയ്യാറാക്കുന്നത് ആരാണ്? ബാങ്കുമാണ്, അല്ലേ? അപ്പോൾ രണ്ടിലും ഒരേ ട്രാൻസാക്ഷൻസ് വരുന്നത് കൊണ്ട് അതിൻ്റെ ബാലൻസ് സെയിം ആയിരിക്കണ്ടേ? ഇതുപോലെ നമുക്ക് ഇവിടെ ഒരു ലക്ഷ്മി ട്രേഡേഴ്സിൻ്റെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളം മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അവരുടെ തന്നെ പാസ്ബുക്കിൻ്റെ ഫോർമാറ്റും തന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാലോ? നോക്കിക്കേ, ബാങ്ക് കോളം മാത്രമുള്ള ക്യാഷ് ബുക്കാണ്. നമുക്ക് ആദ്യം ഈ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ റിസീപ്റ്റ് സൈഡ് ഒന്ന് നോക്കാം. 2005 ഏപ്രിൽ 1-ാം തീയതി ബാലൻസ് ബ്രോട്ട് ഡൗൺ, അതായത് നമ്മുടെ ബാങ്ക് കോളമാണിത്. അപ്പം ബാങ്ക് അക്കൗണ്ടിൽ 5500 രൂപ ഓപ്പണിംഗ് ബാലൻസ്, അതായത് ഡെപ്പോസിറ്റ് ബാലൻസ് ഉണ്ടെന്നല്ലേ ഈ ഡെബിറ്റ് ബാലൻസിൻ്റെ അർത്ഥം? 5500 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടപ്പുണ്ട്, അല്ലേ? നോക്കിക്കേ, ആ വിവരം ബാങ്കിൻ്റെ പാസ്ബുക്കിൽ വന്നിരിക്കുന്നു. നോക്കിക്കേ, ഇതാണല്ലോ ഒരു പാസ്ബുക്കിൻ്റെ ഫോർമാറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അല്ലേ? നിങ്ങളുടെ വീട്ടിൽ പാസ്ബുക്ക് ഇരിപ്പുണ്ടായിരിക്കുമല്ലോ. ഒന്ന് എടുത്ത് നോക്കിക്കേ. ഇപ്പം ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, വിഡ്രോവൽസ്, ഡെപ്പോസിറ്റ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ്, ബാലൻസ് എത്രയാണെന്നുള്ളത്, അല്ലേ? അപ്പം 5500 രൂപയാണ് ഇവിടെ ബാങ്കിൽ കിടക്കുന്നതായിട്ട് ക്യാഷ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിക്കേ, അത് തന്നെ ഇതേ പാസ്ബുക്കിലും വന്നിരിക്കുന്നുണ്ട്. 2005 ഏപ്രിൽ 1-ാം തീയതി ബാലൻസ് ബ്രോട്ട് ഡൗൺ, അതായത് നമ്മുടെ ബാങ്കിലെ ഡെപ്പോസിറ്റ് ബാലൻസ് പറയുമ്പോൾ ഏതാണ്? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? 5500 രൂപ. കണ്ടോ, ഓപ്പണിങ്ങിൽ കിടക്കുന്ന ബാലൻസ് ഏപ്രിൽ 1-ാം തീയതി ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് 5500 രൂപ ഓപ്പണിംഗ് ബാലൻസ്. കണ്ടില്ലേ? ഇനി അടുത്തത് 5-ാം തീയതി ഏപ്രിൽ 5-ാം തീയതി ക്യാഷ് 4000. ഇതിൻ്റെ അർത്ഥം എന്താണ്? 4000 രൂപ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്നല്ലേ? അപ്പോൾ നോക്കിക്കേ, 5-ാം തീയതി ഏപ്രിൽ 5 ഇതാണ് ഡേറ്റിൽ ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് ബാലൻസ് ഏതാണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്, അല്ലേ? 4000 രേഖപ്പെടുത്തിയിരിക്കുന്ന കണ്ടോ? ഇതിലേക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് വന്നിരിക്കുന്നതിൻ്റെയൊക്കെ ലോജിക്ക് മനസ്സിലായോ? ഇനി അത് ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾസ് എല്ലാം മോഡേൺ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ബേസ് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓർക്കുന്നില്ലേ? നമ്മുടെ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് വരുന്നത് എക്സ്പെൻസസ് ഉണ്ട്, അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, ഇൻകം ഉണ്ട്, ക്യാപിറ്റൽ. ഇങ്ങനെ 5 ഹെഡ് ഓഫ് അക്കൗണ്ടുകളല്ലായിരുന്നോ? ആ 5 ഹെഡ് ഓഫ് അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾസ് ഓർക്കുന്നില്ലേ? അതായത് എക്സ്പെൻസസും അസറ്റ്സും അത് ഇൻക്രീസ് ചെയ്തെന്നാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത് രണ്ടും ഡിക്രീസ് ചെയ്താലോ ക്രെഡിറ്റ് ചെയ്യണം, അല്ലേ? അതുപോലെ ലയബിലിറ്റീസും ഇൻകംസും ക്യാപിറ്റലും ഇത് മൂന്നും ഡിക്രീസ് ചെയ്തെന്നാൽ ഡെബിറ്റ് ചെയ്യണം.
ഇത് മൂന്നും ഇൻക്രീസ് ചെയ്തെന്നാൽ ക്രെഡിറ്റ് ചെയ്യണം. ഈ കോഡൊക്കെ ഓർക്കുന്നില്ല, എടാ ക്ലിക്ക് എന്നുള്ളത്. എക്സ്പെൻസസും അസറ്റും ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം, ലയബിലിറ്റീസും ഇൻകംസും ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്തെന്നാൽ ക്രെഡിറ്റ് ചെയ്യണം. ഓർക്കുന്നുണ്ടല്ലോ? ഈ ഒരു റൂൾ അറിയാതെ അക്കൗണ്ടൻസിയിൽ ഒരു പ്രോബ്ലവും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പം ഏതൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും 2 പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കണം. ഒരു ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും പിന്നെ ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും. ഇങ്ങനെ വേണം നമ്മൾ ചിന്തിക്കുവാനായിട്ട്. ഇപ്പം നമ്മളിവിടെ ഈ ലക്ഷ്മി ട്രേഡേഴ്സിന്റെ ക്യാഷ് ബുക്കിൽ ഇവിടെ പറഞ്ഞില്ലേ 4,000 റുപ്പീസ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. നോക്കിക്കേ, അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിക്കേ. ഇപ്പോൾ 4,000 റുപ്പീസ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ ബാങ്കിൽ ഈ 4,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താണല്ലോ. അപ്പോൾ ഈ ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കും? അത് അവരുടെ ബാങ്ക് ബാലൻസ് കൂട്ടും, അല്ലേ? അതായത് ഈ 4,000 രൂപ ബിസിനസ്സിന് അവകാശപ്പെട്ടതാണ്, അത് അവരുടെ അസറ്റാണ്, അല്ലേ? അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഈ 4,000 രൂപ ക്യാഷ് ബുക്കിൽ എന്താ ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യും. അത് തന്നെയാണ് ഇതാ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള 4,000 രൂപ എന്ത് ചെയ്തിരിക്കുന്നു? ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ. ഇനി അടുത്ത പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യണമല്ലോ, ഇതിൽ റെക്കോർഡ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ആരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം? ബാങ്കിന്റെ. അത് ബാങ്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ബാങ്ക് ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഈ ഒരു ട്രാൻസാക്ഷൻ തന്നെ ഡെപ്പോസിറ്റ് റുപ്പീസ് 4,000 ഇൻറ്റു ബാങ്ക്. ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ ഈ 4,000 രൂപ ബാങ്കിന് അവകാശപ്പെട്ടതാണോ? 4,000 രൂപ എന്ന് പറയുന്നത് ബാങ്കിന് അവകാശപ്പെട്ടതാണോ? അല്ല. അതായത് നാളെ ഈ ബിസിനസ് ഓർഗനൈസേഷൻ ഇത് ചോദിച്ചെന്നാൽ അത് അവർക്ക് കൊടുക്കേണ്ടതാണ്, അല്ലേ? അപ്പൊ ഇത് അവർക്ക് കൊടുക്കേണ്ടതാണ്. അതായത് ബാങ്കിന് ഇതെന്ന് പറയുന്നത്, ഈ ഡെപ്പോസിറ്റ് ചെയ്ത 4,000 എന്ന് പറയുന്ന ബാങ്കിനെ സംബന്ധിച്ച് എന്താണ്? ലയബിലിറ്റി ആണ്. അപ്പോൾ ഈ 4,000 റുപ്പീസ് ഡെപ്പോസിറ്റ് വന്നാൽ ബാങ്ക് എന്താ ചെയ്യുന്നത്? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യും, കൂടുകയല്ലേ? അതായത് അവരത് എന്ത് ചെയ്യും? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തെന്നാൽ എന്താ ചെയ്യുന്നത്? ബാങ്ക് അത് ക്രെഡിറ്റ് ചെയ്യും, അല്ലേ? എവിടെയാ ക്രെഡിറ്റ് ചെയ്യുന്നത്? ബാങ്ക് എവിടെയാ റെക്കോർഡ് ചെയ്യുന്നത്? പാസ്ബുക്കിൽ. ബാങ്ക് റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? പാസ്ബുക്കിൽ. അപ്പോൾ ഈ 4,000 റുപ്പീസ് ബിസിനസ് ഓർഗനൈസേഷനിൽ അവരുടെ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ചെയ്യും. എന്നാൽ ബാങ്ക് അവരുടെ പാസ്ബുക്കിൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പം ക്യാഷ് ബുക്കിൽ ഡെബിറ്റും വരും, പാസ്ബുക്കിൽ ക്രെഡിറ്റും വരും. നോക്കിക്കേ, ഇവിടെ ഇവരെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. പാസ്ബുക്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന 4,000 5-ാം തീയതി ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ദേ എന്താ ചെയ്തിരിക്കുന്നത് കണ്ടോ? ക്രെഡിറ്റ് അല്ലേ? ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് ആണ് 4,000. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ ദേ ഏപ്രിൽ 15-ാം തീയതി സാബു ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഇൻക്രീസ് ചെയ്യൂലേ? അപ്പോൾ അവിടെ നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു 1,000 റുപ്പീസ്. നോക്കിക്കേ, 15-ാം തീയതി ചെക്ക് 1,000 രൂപയുടെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ബാങ്ക് അവരുടെ പാസ്ബുക്കിൽ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. കാരണം ബാങ്കിനെ സംബന്ധിച്ച് അത് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള, ലക്ഷ്മി ട്രേഡേഴ്സിന് തിരിച്ചു കൊടുക്കുവാനുള്ള തുകയാണ്, അല്ലേ? അതെന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തേക്കുന്നു? ക്രെഡിറ്റ് ചെയ്തേക്കുന്നു. ഇനി അടുത്തത് 25-ാം തീയതി വീണ്ടും 2,500 രൂപ ലക്ഷ്മി ട്രേഡേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തു. ഇപ്പൊ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ 2,500 കാണിച്ചിരിക്കുന്നു. 25-ാം തീയതി നോക്കിക്കേ, പാസ്ബുക്കിൽ നോക്കിക്കേ, ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് വന്നിരിക്കുന്നുണ്ടോ? അതായത് തിരിച്ചു കൊടുക്കുവാനുള്ള തുകയാണ് 2,500 എന്ത് ചെയ്തിരിക്കുന്നു? ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി പേയ്മെന്റ് സൈഡ് നോക്കിയാലോ? നോക്കിക്കേ, നമ്മൾ ഇൻഷുറൻസിന്റെ പ്രീമിയം ചെക്കായിട്ട് കൊടുത്തിരിക്കുന്നതാണ്, അല്ലേ? അപ്പം പേയ്മെന്റ് ആണ്.
അതെന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്പെൻസ് അല്ലേ. അപ്പം ഈ നമ്മൾ പൈസ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോയതാണ്. അപ്പം നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലല്ലേ നമ്മൾ പേയ്മെൻറ്റ്സ് എല്ലാം രേഖപ്പെടുത്തുന്നത്. അപ്പം ഇൻഷുറൻസും പറഞ്ഞ് എന്ത് ചെയ്തിരിക്കുന്നു, 2200 ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് നോക്കിക്കേ, ആ ഒരു ട്രാൻസാക്ഷൻ തന്നെ ഏപ്രിൽ 3-ാം തീയതി കണ്ടോ, ചെക്ക്, അതായത് ഇൻഷുറൻസിന്റെ തുക കൊടുത്താണ് ആ ചെക്കാണ്. ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നതാണ്, അത്രയും എമൗണ്ട് പോയതല്ലേ, കുറഞ്ഞതല്ലേ. അപ്പോൾ അത്രയും എമൗണ്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യണം. അതായത് അത്രയും ലയബിലിറ്റി കുറയുകയല്ലേ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യണം, അത്രയും തുക ഡെബിറ്റ് ചെയ്യണം. അപ്പം ഇവിടെ ഇൻഷുറൻസിന്റെ ചെക്ക്, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അത്രയും തുക എന്ത് ചെയ്തു, കുറഞ്ഞു. ഇവിടെ ക്യാഷ് കുറഞ്ഞു, അതായത് അസറ്റ് കുറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ക്രെഡിറ്റ് വന്നത്. ഇവിടെ ബാങ്കുകാരെ സംബന്ധിച്ച് അത്രയും തുക എന്ത് ചെയ്തു, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർ പേ ചെയ്തതാണ്. അവരെ സംബന്ധിച്ച് അപ്പോൾ അത്രയും ലയബിലിറ്റി കസ്റ്റമറോടുള്ളത് കുറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഡെബിറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം രാമുവിന് ചെക്ക് കൊടുത്തു. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് ഒരു ചെക്ക് കൊടുത്തപ്പം അത്രയും ആസ്തി നമ്മുടെ കുറഞ്ഞില്ലേ. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ അത് തന്നെ ഇവിടെ 10-ാം തീയതി ചെക്ക് കൊടുത്തപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് അവിടെ ലയബിലിറ്റി എന്ത് ചെയ്യുന്നു, അത്രയും തുക കസ്റ്റമറോടുള്ള ലയബിലിറ്റി കുറഞ്ഞിരിക്കുന്നു. അപ്പം 2600 ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ക്യാഷ് എന്ന് പറഞ്ഞത് വീണ്ടും 23-ാം തീയതി ക്യാഷ് പേയ്മെന്റ് 1400 കൊടുത്തിട്ടുണ്ട്. അതിതേ ഇവിടെ നമ്മൾ പാസ്ബുക്കിൽ 1400 ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റെന്റിന്റെ നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് 800 രൂപ ക്യാഷ് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 800 രൂപ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അത് പാസ്ബുക്കിലേക്ക് വന്നപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, കണ്ടോ, 800 രൂപ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. പാസ്ബുക്കിലേക്ക് വന്നപ്പോൾ 800 രൂപ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷന് ശേഷവും ഉള്ള ബാലൻസുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. 5500 രൂപയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ക്യാഷ് ബുക്ക് പ്രകാരം എത്ര രൂപയാണ് നമ്മുടെ ബാങ്ക് ബാലൻസ്, 6000 രൂപയാണ്. അപ്പോൾ അത് തന്നെയാണോ നമ്മുടെ പാസ്ബുക്കിലൊന്ന് നോക്കിക്കേ, കണ്ടോ, ബാലൻസ് ലാസ്റ്റ് ക്രെഡിറ്റ് ബാലൻസ് എത്രയാണ്, 6000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കടപ്പുണ്ട്, ക്രെഡിറ്റ് കടപ്പുണ്ടെന്നാണ് അല്ലേ. അതായത് കണ്ടില്ലേ, ഇത് മനസ്സിലായില്ലേ. അതായത് 5500 രൂപ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2200 രൂപ വിഡ്രോ ചെയ്തു. അപ്പം ബാലൻസ് 3300 കുറഞ്ഞു. പിന്നെ ഒരു 4000 രൂപ അതേ ഡെപ്പോസിറ്റ് വന്നു. അപ്പം 7300 കൂടി. പിന്നെ ഇതേ 2600 രൂപ പിൻവലിച്ചപ്പോൾ 4700 കുറഞ്ഞു. വീണ്ടും ഒരു 1000 രൂപ ഡെപ്പോസിറ്റ് വന്നപ്പോൾ അത് 5700 കൂടി. പിന്നെ അതിൽ നിന്നൊരു 1400 രൂപയുടെ ചെക്ക് വിഡ്രോ ചെയ്തപ്പോൾ അത് 4300 കുറഞ്ഞു. പിന്നെ വീണ്ടും ഒരു 2500 ഡെപ്പോസിറ്റ് വന്നു. അപ്പോൾ ബാലൻസ് 6800 ഇൻക്രീസ് ചെയ്തു. വീണ്ടും അതിൽ നിന്ന് ഒരു 800 രൂപയുടെ ചെക്ക് റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 800 രൂപ കുറഞ്ഞു. ഇപ്പോൾ കറണ്ട് ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, 6000 ആണ്. അപ്പം ശരിക്കും ക്യാഷ് ബുക്കിന്റെ ബാലൻസും പാസ്ബുക്കിന്റെ ബാലൻസും ഇങ്ങനെയല്ല വരേണ്ടത്, ഈക്വലായിട്ട് വരണമല്ലോ. കാരണം രണ്ടിലും ഒരേ ട്രാൻസാക്ഷൻസ് ആണല്ലോ വരുന്നത്. അപ്പം രണ്ടിൻ്റെയും ബാലൻസും സെയിം ആയിരിക്കേണ്ടതാണ് ഇതുപോലെ. എന്നാൽ പലപ്പോഴും ക്യാഷ് ബുക്കിൻ്റെയും പാസ്ബുക്കിൻ്റെയും ബാലൻസുകൾ തമ്മിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ഒരു ക്യാഷ് ബുക്കും പാസ്ബുക്കും കൂടി ഒന്ന് നോക്കാം. നോക്കിക്കേ, ഇത് ക്യാഷ് ബുക്കാണ്. ഇവിടെ നോക്കിക്കേ, ക്യാഷ് ബുക്കിന്റെ നേരത്തെ പോലെ തന്നെ വേറൊരു ഫേമിന്റെ ക്യാഷ് ബുക്കാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, ബാലൻസ് പറയുന്നത് 10,900 ആണ് ബാലൻസ് വന്നിരിക്കുന്നത്. ജനുവരി 1 ട്രാൻസാക്ഷൻസ് ആണ്. ജനുവരി 31-ാം തീയതി ബാലൻസ് പറയുന്നത്, ജനുവരി 1-ാം തീയതി 5000 രൂപയായിരുന്നു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നത് നമ്മുടെ ക്യാഷ് ബുക്ക് പ്രകാരം ബാങ്കിലുള്ളത്. ജനുവരി 31 ആയപ്പോഴത്തേക്കിന് അതിന്റെ ബാലൻസ് 10,900 ആയി. ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ഇതാണ് കേട്ടോ, ശ്രദ്ധിച്ചോളാം. എന്നാൽ അതേസമയം അവരുടെ പാസ്ബുക്കിന്റെ ബാലൻസ്, പാസ്ബുക്ക് നോക്കിക്കേ, അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഇതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ജനുവരി തൊട്ട് ഉള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്, വിഡ്രോവൽസ്, ബാലൻസ് വന്നിരിക്കുന്ന അവസാനമാണല്ലോ. അതായത് ഇതിൻ പ്രകാരം നോക്കിക്കേ, ബാലൻസ് പറയുന്നത് എത്രയാണ്,
7300 രൂപയാണ് ബാലൻസ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ 10,900 ഇവിടെ 7,300 ആണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തില് ക്യാഷ് ബുക്കിന്റെ ബാലൻസും പാസ്ബുക്കിന്റെ ബാലൻസും ഈ ക്യാഷ് ബുക്കിന്റെ ബാലൻസും പാസ്ബുക്കിന്റെ ബാലൻസും തമ്മിൽ യോജിക്കാതെ വരും, വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഈ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും എമൗണ്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് റിക്കൺസിലേഷൻ. അപ്പോൾ എന്ത് ചെയ്യേണ്ട വരും? ഈ ക്യാഷ് ബുക്കിന്റെയും പാസ്ബുക്കിന്റെയും ബാലൻസുകൾ കമ്പയർ ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ ഒരേപോലെയാണ് എന്ന് കമ്പയർ ചെയ്ത് കറക്റ്റ് ആണ് നമ്മൾ ഉറപ്പുവരുത്തണം. ആ നടത്തുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് റിക്കൺസിലേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ഇതിന്റെ മീനിങ് ഒന്ന് നോക്കാം. നോക്കിക്കേ, എ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദി കസ്റ്റമർ ഓഫ് എ ബാങ്ക് ഷോയിങ് ദി കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബാലൻസസ് ഇൻ ദ പാസ്ബുക്ക് ആൻഡ് ദാറ്റ് ഓഫ് ദി ക്യാഷ് ബുക്ക് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഇപ്പം ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തയ്യാറാക്കുന്ന ആരാണ്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി കസ്റ്റമർ ഓഫ് എ ബാങ്ക് അല്ലേ. അതായത് ബാങ്കിന്റെ കസ്റ്റമർ എന്ന് പറയുന്ന ആരായിരിക്കും? ബിസിനസ് ഓർഗനൈസേഷൻ ആയിരിക്കും. ഷോയിങ് ദി കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാലൻസസ് ഇൻ ദ പാസ്ബുക്ക് ആൻഡ് ദാറ്റ് ഓഫ് ദി ക്യാഷ് ബുക്ക്. അതായത് ഇപ്പം നമ്മൾ കണ്ടില്ലേ, ക്യാഷ് ബുക്കിന്റെ ബാലൻസും പാസ്ബുക്കിന്റെ ബാലൻസും പല കാരണങ്ങൾ കൊണ്ടും പൊരുത്തപ്പെടാതെ വരാറുണ്ട്. അപ്പോൾ അതിന്റെ കാരണങ്ങൾ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റിനാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദി കസ്റ്റമർ ഓഫ് എ ബാങ്ക് ഷോയിങ് ദി കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബാലൻസസ്. അതായത് ഇത്തരത്തില് ബാലൻസുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകാൻ വരുന്നതിന്റെ കാരണങ്ങൾ, കോസസ് കാണിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരെയുള്ള ക്യാഷ് ബുക്ക് ബാലൻസിന്റെയും പാസ്ബുക്ക് ബാലൻസിന്റെയും വ്യത്യാസങ്ങൾക്ക് കാരണങ്ങൾ എന്തൊക്കെയാണെന്നായിരിക്കും ആ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ബ്രിങ് ദ ക്യാഷ് ബുക്ക് ബാലൻസ് ഇൻ എഗ്രിമെന്റ് വിത്ത് ദി പാസ്ബുക്ക് ബാലൻസ്. അപ്പൊ ചുരുക്കി പറഞ്ഞത് എന്തിനാ തയ്യാറാക്കുന്നത്? നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ക്യാഷ് ബുക്കിന്റെ, അതായത് ബാങ്ക് കോളമുള്ള ക്യാഷ് ബുക്കില്ലേ, ആ ക്യാഷ് ബുക്കിന്റെ ബാലൻസും അതുപോലെ തന്നെ പാസ്ബുക്കിന്റെ ബാലൻസും തമ്മിൽ പൊരുത്തപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസസ് ഏത് ചോദിച്ചെന്നാലും അപ്പൊ ഇതൊക്കെ എന്താണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ്, ബ്രിങ് ഔട്ട് എനി എറേഴ്സ്. ബാങ്കിന്റെ ഭാഗത്തു നിന്നോ ബിസിനസ് ഓർഗനൈസേഷന്റെ അക്കൗണ്ടന്റിന്റെ ഭാഗത്തു നിന്നോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്, അതായത് ക്യാഷ് ബുക്കിലോ പാസ്ബുക്കിലോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ BRS തയ്യാറാക്കി കഴിയുമ്പോൾ. രണ്ടാമതായിട്ട്, എനി അൺഡ്യൂ ഡിലേ ഇൻ ദ ക്ലിയറൻസ് ഓഫ് ചെക്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ്. ചിലപ്പോൾ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം ചെക്ക് കൊടുക്കും ബാങ്കിൽ. പക്ഷേ അപ്പോൾ തന്നെ ബാങ്കിലെ ബാലൻസ് കൂടണമെന്നില്ല. ആ ചെക്ക് ക്ലിയർ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടോ ചെക്ക് ക്ലിയർ ആകാൻ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്ക് ഈ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുകയാണെങ്കിൽ. മൂന്നാമതായിട്ട്, ഡിസ്കറേജ് ദ അക്കൗണ്ടന്റ് ഓഫ് ദി ബാങ്ക് ഫ്രം എംബസൽസ്മെന്റ്. ബാങ്കിലെ അക്കൗണ്ടന്റ് ഏതെങ്കിലും തരത്തില് ക്യാഷ് മോഷ്ടിക്കാനോ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാനോ ശ്രമിക്കുകയാണെങ്കിൽ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അക്കൗണ്ടന്റ് ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന്. 4, അണ്ടർസ്റ്റാൻഡ് ദ ആക്ച്വൽ പൊസിഷൻ ഓഫ് ദി ബാങ്ക് ബാലൻസ്. ബാങ്ക് ബാലൻസിന്റെ യഥാർത്ഥ പൊസിഷൻ അറിയുന്നതിന് സാധിക്കും. ഇത്രയൊക്കെയാണ് ബാങ്ക് റിക്കൺസിലേഷൻ തയ്യാറാക്കുന്നത് വഴി ഉള്ള പ്രയോജനങ്ങൾ. അപ്പം ഇന്ന് നമ്മൾ എന്താണ് ബാങ്ക് റിക്കൺസിലേഷൻ എന്നും ബാങ്ക് പാസ്ബുക്ക് എന്താണെന്നും അതുപോലെ ക്യാഷ് ബുക്ക് എന്താണെന്നും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ അതുപോലെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് യൂസസും ഡിസ്കസ് ചെയ്തു. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.